അപ്ലിഫ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂൺ കൃഷിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സനൂപ് വാഴക്കാടിനെയാണ്. സനൂപ് എത്ര വർഷക്കാലമാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്? ഇത് ഏകദേശം 30 വർഷം ആവുന്നു. എക്സ്പീരിയൻസ് പതിറ്റാണ്ട് പിന്നിടാൻ പോവാണ് ഈ പ്രോഗ്രാം പദ്ധതി. ഏതെല്ലാം തരം കൂണുകളാണ് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂണും പാൽക്കൂണും തന്നെയാണ്. പാൽക്കൂണിൽ 2 വെറൈറ്റി പാൽക്കൂൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിപ്പിക്കൂണിൽ 3-4 വെറൈറ്റി, അതായത് പിങ്ക്, EML, വൈറ്റ്, HU, 4 വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. വിപണന സാധ്യത എങ്ങനെയാണ് നമ്മുടെ നാട്ടില്? വിപണന സാധ്യത പറയുമ്പോൾ വിപണനം ഉണ്ട്. അത് നമ്മൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കർഷകനെ സംബന്ധിച്ചോളം ഏറ്റവും ലാഭവുമാണ്. ക്രെഡിറ്റ് വരാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അത് നമ്മള് കടകളിലൊന്നും കൊടുക്കുന്നില്ല. നമ്മളെ കീഴിൽ ഏകദേശം ഇപ്പൊ 4 ആള് മാർക്കറ്റിങ്ങിന് പോകുന്നുണ്ട്. ആരാണോ കൂണിന്റെ ആവശ്യക്കാർ അവരിലേക്ക് നേരിൽ എത്തിക്കുന്നതാണ് കൂൺ ഗ്രാമത്തിന്റെ ഇപ്പൊ നടന്നു പോരുന്ന രീതി. കൂൺ കൃഷിയിലെ ഇപ്പം ഇതുവരെയുള്ള നിങ്ങളെ പരിചയത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളിയായി നിന്നത് എന്തൊക്കെ കാര്യമാണ്? വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് സ്ഥലത്തിന്റെ പോരായ്മ തന്നെയാണ്. നമ്മൾ കൃഷി ചെയ്യുന്നതൊക്കെ വാടക സ്ഥലങ്ങളിലാണ്. വാടക സ്ഥലങ്ങളിലാവുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രയാസങ്ങൾ ഇപ്പൊ ഞാൻ പറയാതെ അറിയാലോ. വാടക പ്രശ്നം വരും, പിന്നെ ഒന്ന് വളർന്നു വരുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറയും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അല്ലാതെ കൂൺ കൃഷിയിൽ വെല്ലുവിളികൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ പ്രകൃതിക്ഷോഭം, അതുപോലെ ഈ മഹാമാരികളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനമായ നഷ്ടങ്ങൾ വരുന്നതല്ലാതെ കൂൺ കൃഷി കൃത്യമായി പരിചരിച്ച് അതിനെ പഠിച്ച്, അതാണ് ഇതിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്നില്ല എന്നുള്ളതാണ് കൂൺ കൃഷിയുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് എനിക്ക് കാണുന്നത്. അല്ലാതെ വേറെ പരാജയങ്ങളൊന്നും കൂൺ കൃഷിയിലില്ല. കൂൺ കൃഷി വ്യക്തമായി പഠനം, അതിനെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി കൂൺ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത്രയും ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. ഈ കൂൺ കൃഷിയിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു തുടക്കക്കാരെന്നുള്ള നിലക്ക് നമ്മൾ കൂൺ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ, അത് ഫ്ലോപ്പായി പോവാതെക്കാനുള്ള. കൂൺ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൂൺ കൃഷിക്ക് ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് പ്രകൃതിയിൽ കൂൺ ഉണ്ടാവാൻ ഒരു നിയമമുണ്ട്. അതായത് കൃത്യമായ വായു സഞ്ചാരം, കൃത്യമായ അന്തരീക്ഷത്തിലെ ഈർപ്പം, കൃത്യമായ ആ കൂൺ തടത്തിലുള്ള ഈർപ്പം. ഈ 3 കാര്യങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി പരിപാലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും വീടിന്റെ അകത്ത് തന്നെ എല്ലാ മാസവും കൂൺ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. വർഷത്തിൽ എല്ലാ മാസവും. കാരണം ഇന്നിപ്പോ കേരളത്തില് കൂൺ കൃഷി ചെയ്യുന്ന മഴക്കാലം ബേസ് ചെയ്തിട്ട് ചിപ്പിക്കൂണും വേനൽക്കാലം ബേസ് ചെയ്ത് പാൽക്കൂണാണ് കൃഷി ചെയ്യുന്നത്. ഈ 2 കൂണുകളും 12 മാസവും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. അതിന് വേണ്ട കാലാവസ്ഥ ക്രമീകരിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ്. ഈ പ്രാണികളെ ഒരു ശല്യമാണ്, ഇൻഫെക്ഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യുന്നത്? പ്രാണികളെ വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കൽ നിർബന്ധമാണ്. പ്രാണികൾ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റില് പ്രാണി വരുന്നത് നമ്മൾ കൂൺതടം തയ്യാറാക്കുമ്പോഴാണ്. അതിന് നമ്മൾ 2 രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒന്ന് മൈക്രോട്രാപ്പ് ഒട്ടിച്ചിട്ടുള്ള രീതി ഉപയോഗിക്കുന്നത്, അത് നമ്മൾ വല്ലാതെ ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ചെറിയ സൂചി, നമ്മൾ മഫ്തൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ സേഫ്റ്റിന്റെ പോലുള്ള ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ വിധം പ്രാണികളൊന്നും അതിൻ്റെ ഉള്ളിൽ കയറില്ല. ഈ വലിയ ഹോളിട്ട് കൂൺതടം തയ്യാറാക്കിയിട്ട് വളരാൻ വെക്കുമ്പോൾ അതിൽ ചെറിയ ഈച്ചകൾ കയറി മുട്ടയിട്ട് ആ കൂണ് വിരിയുന്ന സമയത്താണ് ഈ പുഴുവിന്റെയും പ്രാണിന്റെ ഒക്കെ ശല്യം കൂടുതലായിട്ട് വരിക. ഇനി ഈ മഞ്ഞക്കണിയാണ് എന്തോ ഇത് വെക്കുന്നുണ്ടല്ലോ, അത് ഇതിനുണ്ടോ? സ്റ്റാപ്പ് മഞ്ഞ കളറിലെ ബോർഡ്. അത് സാധാ മഞ്ഞക്കണി മാത്രല്ല, മഞ്ഞക്കണി ഉണ്ട്, വെള്ളക്കണി ഉണ്ട്, നീലക്കണികളുണ്ട്. അപ്പോ അതൊക്കെ പ്രകൃതിയിൽ ഓരോ പ്രാണികൾക്ക് ഓരോ നിറങ്ങളുണ്ട് ആകർഷിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കണികളാണത്. അത് നമ്മൾ ഒന്നുകിൽ എന്തെങ്കിലും ഓയിലുകൾ തേച്ചിട്ടോ ഗമ്മ് തേച്ചിട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ ചെറിയൊരു സീറോ ബൾബ്, നീല നിറത്തിലുള്ള സീറോ ബൾബ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഫലം കൂടും. ഇൻക്യുബേറ്റർ ചെയ്തിട്ടാണല്ലോ നമ്മള് സെയിൽ ചെയ്യാ കൂണിന്റെ ബെഡ്. അത് എത്ര ദിവസം വരെ നമ്മള് നിർത്തേണ്ടത്? കൂണിന്റെ ബെഡ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. കൂണിന്റെ വിത്തും കൂണിന് ബെഡ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസും ആണ് ചെയ്യുന്നത്. അത് ബെഡ് വിപണനം കൊടുക്കാത്തത് നമ്മളിവിടെ ഹൈടെക് ഫാമാണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രിയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. 25 to 27
പക്ഷെ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം സാധാരണ വീടിന്റെ അകത്തുള്ള 20 ദിവസം കഴിഞ്ഞ് കൊടുക്കും. 15 ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വീടിന്റെ അകത്ത് ചെയ്യുന്ന വീട്ടിലെ കൂൺകൃഷി എന്ന് പറഞ്ഞാൽ അത് വേറെ രീതി തന്നെയാണ്. അത് വീട്ടിലെ കൂൺകൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ കൂൺകൃഷി ചെയ്യാൻ പറ്റൂല. കാരണം അതിന് രണ്ട് രീതിയാണ്. അപ്പൊ നമ്മളെ ഒരു പ്രൊജക്ട് തന്നെ ഉണ്ട് വീട്ടിലെ കൂൺകൃഷി എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കൂന്തടം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ട്രേ എടുത്തിട്ട് അതിൽ വെള്ളമൊഴിച്ച് അതിൽ ഇഷ്ടിക വെച്ച് ആ ഇഷ്ടികന്റെ മുകളിൽ ഈ കൂന്തടം വെച്ച് കഴിഞ്ഞാൽ ആ കൂന്തടം വെക്കുന്ന സ്ഥലത്തിന് വരെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ അപ്സ്റ്റെയർ ഒന്നും കൊണ്ടുവെക്കരുത്. അത് ഉയരം കൂടുന്തോറും ചൂട് കൂടുക ചെയ്യാം. ഹ്യൂമിഡിറ്റി മാത്രമല്ല, ടെമ്പറേച്ചർ കൂടും. ഇതിന് 28 ഡിഗ്രിന് മേലെ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ ചിപ്പിക്കൂൺ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ചെയ്യുന്ന മാതിരി ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ നമ്മളെ റൂമിൽ ഓഫീസ് റൂമുകളിലൊക്കെ ഈ ടീഫോയിന്റെ മുകളില് സൈഡുകളിലൊക്കെ ഒരു വീടിന്റെ അകത്ത് ഒരുപാട് വേസ്റ്റ് സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ താഴെ നിലത്ത് താഴത്ത് വെച്ചിട്ട് അതില് ഈ കൂന്തടം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും കൂണുണ്ടാവും. അതാണ് വീട്ടിലെ കൂൺകൃഷി. അങ്ങനെ ഒരു വീടിന്റെ അകത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒന്നും വീടിന്റെ അകത്തൊന്നും അങ്ങനെ സാധാരണ ഇല്ലല്ലോ. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പ്രാണിശല്യം കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വീടിന്റെ അകത്ത് നമ്മൾ എപ്പോഴും നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന വീടല്ലേ. അപ്പൊ ആ വീടിന്റെ അകത്ത് എങ്ങനെ പ്രാണികൾ വരുന്നത് ഇത് കണ്ടിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മള് ഒരു വീടിന്റെ അകത്ത് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 50 ബെഡ് കൂന്തടം ചെയ്യാനുള്ള സ്പേസ് ഓരോ 1000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലുണ്ട്. നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അപ്പൊ നമ്മൾ ചുമരിലൊക്കെ ചെടി ഫിക്സ് ചെയ്യുന്നില്ല. അതേമാതിരി സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് ഒരു 3 ഫൂട്ടിന് മുകളിൽ പോവാതെ 3 മീറ്റർ മുകളിൽ പോകരുത്. അതിന് താഴോട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വീടിന്റെ അകത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 മാസം കൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഒരു 50 ബെഡ് ചെയ്യാൻ 50 കിലോ കൂണ് കിട്ടും. അല്ല, ഒരു ബെഡിന് ഏകദേശം ഇപ്പൊ നമ്മളിവിടെ മഷ് പെല്ലറ്റ് ആണ് ഉപയോഗിക്കുന്നത്. മഷ് പെല്ലറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ പരിചരണം കൊടുക്കുകയാണെങ്കിൽ അതിൽ 1 കിലോ മുതൽ 1.5 കിലോ വരെ ഒരു കൂൺതടത്തിൽ ലഭിക്കുന്നു, കാലാവസ്ഥക്ക് അനുകൂലമാണെങ്കിൽ. കൂൺകൃഷിന്റെ വിത്ത് തയ്യാറാക്കല് നെല്ലിൽ നിന്നാണോ അതോ ചോളത്തിൽ നിന്നാണോ? കൂണിന്റെ വിത്ത് ഉപയോഗിക്കുന്ന മാധ്യമമാണ് നെല്ല്, ചോളം, ചെറുപയർ, മുത്താറി, ഗോതമ്പ്, അങ്ങനെ പല മാധ്യമങ്ങളും ഉപയോഗിക്കാം. നമ്മളിവിടെ പ്രധാനമായിട്ടും ചോളാണ് ഉപയോഗിക്കുന്നത്. ചോളം അവർ സെക്കൻഡ് കൾച്ചർ എടുക്കാൻ ഉപയോഗിക്കുന്നത് മുത്താറിയാണ്. മുത്താറിലൊന്നും ആരും ചെയ്യുന്നില്ല. നമ്മൾ ഫസ്റ്റ് കൾച്ചർ ചെയ്ത് സെക്കൻഡ് കൾച്ചർ നമ്മൾ മുത്താറിൽ എടുക്കുന്നു. പിന്നെ അത് മദർ സ്പൂൺ ആക്കാൻ ചോളം ഉപയോഗിക്കുന്നു. ആ ചോളം തന്നെയാണ് നമ്മൾ സ്പൂൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ വിത്ത് ഗുണം 10 ഗുണം എന്നാണ്. അപ്പൊ വിത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് കർഷകർക്ക് കൂണിന്റെ ഉൽപാദനം. കാരണം ഒരുപാട് ജനറേഷൻ പകർത്തിയ വിത്താണെങ്കിൽ കൂണുണ്ടാകുമ്പോൾ ചെറിയ കൂണുകളായിരിക്കും, നീളം കൂടിയ കൂണുകളായിരിക്കും, കാണാൻ ഷേപ്പ് ഇല്ലാത്ത അൺഷേപ്പ് ആയിട്ടുള്ള കൂണുകളൊക്കെ വരാം. അപ്പൊ വിത്ത് വാങ്ങുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വാങ്ങാൻ. അത് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്തൊന്നും അല്ലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വിത്ത് കളക്ട് ചെയ്യുക. അല്ലെ വിത്ത് മാത്രം ഉണ്ടാക്കി പകർത്തി വിറ്റ് ഒരുപാട് ജനറേഷൻ പകർത്തി വിത്ത് മാത്രം വിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവിടെ അടുത്ത് അവർക്ക് കൃഷിക്കാരന്റെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് വിത്ത് വിൽക്കണം, ബിസിനസ് മൈൻഡിൽ പോകുന്ന സംഭവമാണ്. അപ്പൊ ഇത്രയാണ് വിത്തിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. നമ്മളെ ഈ കൂൺഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം വിത്ത് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ് നമ്മുടെ വിജയം. ആ കർഷകർക്ക് ആവശ്യമായ വിത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 200 കർഷകർ ഈ പ്രദേശത്ത് തന്നെ നമ്മളെ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല ബോർഡറിൽ തന്നെ 200ഓളം കർഷകർ നമ്മളെ വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. കൂൺ കൃഷിയിലേക്ക് പുതിയതായി വരുന്ന തുടക്കക്കാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കൂൺ കൃഷിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു കർഷകൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവർ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് കൂൺ കൃഷി, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം നടത്തിയതിനു ശേഷം 1ഓ 2ഓ വിത്ത് വാങ്ങിയിട്ട് അവനവന്റെ ആവശ്യത്തിന് വേണ്ടി വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. അങ്ങനെ ഒരു 3 തവണയെങ്കിലും ചെയ്തു നോക്കി വിജയം ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം അവൻ കൃഷിയിലേക്ക്, അത് ഒരു വ്യവസായി ആയിട്ട് അല്ലെ ഒരു വിപണനം നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു കൃഷി തുടങ്ങാൻ പാടുള്ളൂ.